ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പുകളായിരുന്നു എങ്കിൽ അവിടേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നു എന്നാണ്. കാത്തിരുന്നതാണ്, നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു ബന്ധമായിരുന്നിരിക്കാം, അവിടേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു പ്രവൃത്തിയുടെ ഫലം അതും നിങ്ങളിലേക്ക് ഇന്നേ ദിവസം എത്തിച്ചേരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നതാകാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പണമാണ്, അത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ആ പണം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുന്നു എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് ഒരുപാട് സമയമെടുത്തിട്ട് നടന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ട് ഇത്ര വൈകിയെന്ന് നിങ്ങൾ ആലോചിക്കുവാണെങ്കിൽ, ഈ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താനുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്നൊരു സമയമാണ്. ആ സമയം നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോയോ എന്നൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ, നമുക്ക് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. നമ്മൾ തന്നെ ഒരു ഫൈനലൈസ് ചെയ്യാനുള്ളൊരു സമയം. അതാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിളും നൈറ്റ് ഓഫ് കപ്പും തരുന്നത്. അതായത് നമ്മളത് റിസീവ് ചെയ്യാൻ വേർത്തിയാണോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ, പേഷ്യൻസ് കാണിക്കുന്നുണ്ടോ, അതോ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയോ എന്നൊക്കെ ഒരു ചെക്ക് ചെയ്യുന്ന സമയമാണ് ഈ പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വിശ്വസിക്കാവുന്ന ഒരാളായിട്ട് നിങ്ങൾ ഇന്ന് പോയ വ്യക്തി വരുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പണം വരുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ജോബൊക്കെ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. സെക്കൻഡ് കാർഡ് പേജ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് പറയുന്നതും നോക്കുന്നതും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിലേക്കാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ആകാനാണ് സാധ്യത. അതായത് നിങ്ങളെ ഒരു വളരെ വലിയൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ്റെ എൻഡാണിത്. അപ്പോൾ ശരിക്കും ഇതൊരു റീയൂണിയൻ എന്ന് തന്നെ പറയാം. നിങ്ങളെ പാസ്റ്റിൽ വളരെ വേദനിപ്പിച്ച് ഒരു പെയിൻഫുൾ എൻഡിങ് തന്ന് ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡാക്കി നിങ്ങളിൽ നിന്ന് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ ആയിരിക്കാം. അത് നിങ്ങളിലേക്ക് ഇന്ന ദിവസം തിരിച്ചു വരുന്നു എന്നാണ്. വളരെ കൺസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾ ഇനി അതിനെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. തികച്ചും വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇന്നേ ദിവസം വന്ന് കിട്ടുന്ന എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് വരുന്നത് വളരെ വിശ്വസ്തമായ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ അതിനെ വീണ്ടും അവിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല. ഇതിവിടെ പേജ് ഓഫ് സോഡ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മുൻപ് ഇതേ കാര്യത്തിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ് ഉണ്ടായത് കൊണ്ട് നിങ്ങൾ ഇന്ന് ഒരു തീരുമാനം എടുക്കാൻ പേടിച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനാണുള്ളത് എങ്കിൽ നിങ്ങൾ തൽക്കാലം ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നോക്കുക. ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ തൽക്കാലം കാറ്റ് അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നത് തൽക്കാലത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതാണ് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. ദെൻ എംപ്രസിൻ്റെ എനർജിയാണ്. ഇന്ന് ഒരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൂട്ടത്തിൽ ഒരാൾക്കൂട്ടത്തിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നതാകാനും സാധ്യതയുണ്ട്. എംപ്രസ് എനർജിയാണ്. വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെമിനൈൻ എനർജിയാണ്. അബണ്ടൻ്റ് ആണെന്ന് മാത്രമല്ല, വളരെ ഭാഗ്യമുള്ള, മാനിഫെസ്റ്റേഷൻ പവർ വളരെ കൂടുതലുള്ള ഒരാളായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഫെമിനിറ്റി കൂടുതലായിരിക്കും. സോറി, എംപ്രസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഹൈ എനർജിയിലായിരിക്കും. അതുപോലെ നിങ്ങളിന്ന് കാണാൻ വളരെ ഭംഗിയായിരിക്കും. കാണാൻ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെയധികം ആകർഷകമായ രീതിയിലായിരിക്കും ഇന്ന ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ
പോകുന്നത്. സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവും, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടാവും. സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് എംപ്രസ് എനർജി പറയുന്നത്. ഇത് ഒരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്, ഒരു ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. അതുകൊണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ സൗന്ദര്യത്തെ മറ്റുള്ളവർ ആരാധിക്കുന്നതാവാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഇത് ഫെർട്ടിലിറ്റിയുടെ കൂടെ കാർഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ന്യൂ ബേബി ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തിക്കുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ പറ്റും എന്നാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ദെൻ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് എത്ര ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച ഫലം കിട്ടാത്ത നിൽക്കുന്ന കുറച്ച് പേരും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ പണത്തിന് വേണ്ടി ആയിരിക്കാം കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് ദ ലേബർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിനൈഡ് ആണ്. ചിലപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഫലം കിട്ടാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്കുള്ള സമയം വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാനുള്ള ഫലത്തിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ. അത് കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക, അതിലേക്ക് കാത്തിരിക്കുക. അത് നിങ്ങളിലേക്ക് തന്നെ വരുമെന്നാണ്. ഇത് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാവാം. ഇവിടെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. ലോങ് ടേം വ്യൂവിലേക്കോ ലോങ് റണ്ണിലോ നിങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ തൽക്കാലം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളോട് തൽക്കാലം ഒന്നും കൂടെ കുറച്ച് കൂടെ വെയിറ്റ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ദെൻ 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ മടി പിടിച്ചിരിക്കുക, പെട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കങ്ങ് വയ്യ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാവാം. അതും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് നിങ്ങൾ സെക്ലൂഡഡ് ആയിട്ടിരിക്കുന്നതാവാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങളൊരു ആൾക്കൂട്ടത്തിലേക്ക് പോയാൽ തന്നെ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പോലെ ഒരു ഫീല് തോന്നുക, നിങ്ങൾക്ക് അയ്യോ വരണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിവിടെ പെട്ടുപോയല്ലോ എന്നൊക്കെ ഒരു ഫീല് തോന്നാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ജീവിതത്തിലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾ ചതിക്കപ്പെട്ട ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചതി കൊടുത്തിട്ടുള്ള ഒരു ഷോക്കിൽ നിൽക്കുന്ന കുറേ ആളുകളായിരിക്കും നിങ്ങൾ. അതായത് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഡേയ്സിൽ ഡിപ്രഷൻ വന്നവരോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റക്കായവരോ, ജോലി പോയവരോ, ചതിക്കപ്പെട്ടവരൊക്കെ ആയ ആളുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയാണ് ഇത് കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചതിയിൽ പെട്ടിട്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ട്രാപ്പിലായിപ്പോയി, നിങ്ങൾ വിക്റ്റിമായിപ്പോയി എന്ന് നിങ്ങൾ തന്നെ വിചാരിച്ച് വെച്ചിരിക്കുവാണ്. അവിടെ നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക, നിങ്ങളിൽ തന്നെ ആത്മവിശ്വാസം കണ്ടെത്തുക. നിങ്ങളോട് തന്നെ പറയുക, ഞാനല്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല, എന്നെ ഉയർത്താൻ വേറൊരാൾക്കും പുറത്തുനിന്ന് മോട്ടിവേഷൻ തരാൻ മാത്രമേ പറ്റുള്ളൂ. ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ടത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരിക. അപ്പോൾ ഇവിടെ ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നാണ് ഈ 8 ഓഫ് സോഡ് പറയുന്നത്. അപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളോടാണ്. സ്റ്റക്കായി നിന്നാൽ നമുക്ക് മാത്രമാണ് നഷ്ടം. പോകുന്ന സമയവും നഷ്ടപ്പെടുന്നതും എല്ലാം എനർജിയെല്ലാം നമുക്ക് മാത്രമാണ്. മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. നമുക്ക് മാത്രമാണ് നഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് 8 ഓഫ് സോഡ് പറയുന്നത്. ഇവിടെ ട്രാപ്പിലായിപ്പോയ കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. ട്രാപ്പിലായി പോവുക, ജയിലിലായി പോവുക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവുക, പെട്ടുപോവുക എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലുള്ള കുറച്ച് ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും നിയമക്കുരുക്കിലൊക്കെ പെട്ടുപോകാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് തന്നെയാണ് ഈ 8 ഓഫ് പെൻറ്റക്കിളിൻ്റെ സെയിം എനർജിയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസിന്. അതായത് റിലേഷൻഷിപ്പിനകത്തൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതിരിക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പരിഗണിക്കാതിരിക്കുക, നിങ്ങളായിട്ടൊരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നിൽക്കുക. അതൊക്കെയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നമ്മൾ ഒരു റിസർവ്ഡ് മോഡിലേക്ക് മാറുക. അവിടെ കൺട്രോൾ ചെയ്തേക്കുവാണ്, ഓപ്പൺ അപ്പ് ആവാൻ തയ്യാറല്ല, മറ്റാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറല്ല, സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. കുറേ ആളുകൾക്ക് അത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഓവർ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ മറ്റ് ചില ആളുകൾക്ക് അത് ഭയങ്കരമായി മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലാണ് പറയുന്നതെങ്കിൽ ഒരു മൈസറാണ്, ഒരു പിശുക്കനാണ്. പണം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കും, അയ്യോ അത് പോയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പണം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിശുക്കി പണം സ്പെൻഡ് ചെയ്യുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ പിശുക്കിയിട്ട് വലിയ കാര്യങ്ങളിൽ പണം
ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. പണം പിശുക്കി ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. ഓക്കെ, അതാണ് 4 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത്. കുറച്ച് ആളുകൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പണമില്ല എന്ന അവസ്ഥയിൽ കുറേ ആളുകൾ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. പണം മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതുപോലെ പണത്തിനെ ഒരു റിസ്ക് എടുക്കുക, പണത്തിൽ റിസ്ക് എടുക്കുക, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, ട്രേഡിങ്ങിലോ മ്യൂച്വൽ ഫണ്ടിലോ SIP-യിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ റിസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസ്കിങ്ങിൻ്റെ എലമെൻ്റാണ് ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത്. അപ്പോൾ പൈസ കയ്യിലുള്ള ആളുകൾ ചിലർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു, പണം റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു എന്നാണ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത്. കുറച്ച് ആളുകൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, കുറച്ച് പേര് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ, ചില മനുഷ്യരെ, ചില വളരെ പേഴ്സണലായിട്ട് ചില ആളുകളെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നെക്സ്റ്റ് മജീഷ്യനാണ്. മജീഷ്യൻ ഒരു ക്രിയേറ്ററാണ്, ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള ആളാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. പുതിയ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും റിസോഴ്സ്, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് മജീഷ്യൻ്റെ എനർജി. മജീഷ്യൻ ഒന്നാമനാണ്. അപ്പോൾ ഇന്ന് വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്, 2025 അവസാനത്തെ ദിവസമാണ്. ഇന്ന് രാത്രി 12 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കടക്കുവാണ്. അടുത്ത വർഷം എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ നമ്പർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 to 6 എന്ന് പറയുന്നത് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ 1-ൻ്റെ എനർജിയാണ്. വീണ്ടും മജീഷ്യനാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കാണുന്ന അന്ന് രാത്രി, അതായത് ഇന്ന് രാത്രി എന്ന് പറയുന്നത് 12 മണി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 കടന്നു പോകുന്നു, 2026 വരികയാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു മുന്നൊരുക്കം നമ്മളിപ്പോൾ തന്നെ ഇന്ന് തന്നെ പ്രിപ്പറേഷൻസ് നടത്തുന്നതാണ്. നാളെ മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും, നാളെ മുതൽ ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് കുറേ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, കുറേ മാനിഫെസ്റ്റേഷൻ ജേർണൽസ് എഴുതുന്നു, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങൾ ചിലപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനോ മേടിക്കാനോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വല്ലാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം വരും എന്ന് കാണുന്നുണ്ട്. പൈസ നിങ്ങളിലേക്ക് വരും, മണി എനർജി നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. കിങ് ആണ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ധാരാളമായിട്ട് പണം വരുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ജനറസ് ആയിരിക്കണം. പണം കിട്ടിയാൽ അതിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ മറക്കരുത്. വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുക, വളരെ മറ്റുള്ള ആളുകളോട് വളരെ ഹമ്പിളായിട്ട് പെരുമാറുക, വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുക, അതുപോലെ എന്താണ് ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കുക എന്നൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പണം വരും എന്ന് കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വീണ്ടും കൺസിസ്റ്റൻ്റായ ഒരാൾ, നിങ്ങൾ കാത്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് കാത്തിരുന്നതാണ്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടോ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടോ ഒക്കെ പോയിട്ടുള്ള ആളുകളായിരിക്കും. ആ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ വളരെ വിശ്വസ്തനായ ഒരാളായിട്ടാണ്, ഒരു ചാമിങ് ലവറായിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് അയാളെ വിശ്വസിക്കാം. പിന്നെ വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ചതിച്ചിട്ടൊക്കെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ വിശ്വസിക്കണോ വേണ്ടയോ, സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും തീരുമാനത്തിനനുസരിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ ചതിയുടെ കാർഡ് 8 ഓഫ് സോഡ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ 7 ഓഫ് സോഡ്, ആ 7 ഓഫ് സോഡ് തന്നെ വന്നിട്ടുണ്ട്. ചതിയുടെ കാർഡാണ്. ഇവിടെയും ചതിച്ച് കടന്നു പോയിട്ടുള്ള ഒരാൾ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെയൊക്കെ പൈസയ്ക്ക് ചതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാസ്റ്റിൽ ചതിച്ചിട്ട് പോയ ആളുകൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പണം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ചതിക്കപ്പെട്ടു എന്ന് കരുതി, പെട്ടുപോയി എന്ന് കരുതിയിട്ട് ട്രാപ്പിലായതുപോലെ ഒന്നും ചെയ്യാതെ വളരെ വേദനിച്ച് വിഷമിച്ച് ഡിപ്രഷനിലിരിക്കുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് റീഡിംഗ് ആയിരിക്കും. അപ്പോൾ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇപ്പോൾ ഇതേ വർഷമാണ് 2025 യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമുക്ക് 12,500ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് കാണുന്നവർക്ക് നന്ദിയുണ്ട്. കമൻറ്റ് ഇടുന്നവർക്ക് അതിലേറെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ റെസനേറ്റ് ആവുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വന്ന് പേഴ്സണലായിട്ട് പറയുന്നവരുണ്ട്, കമൻറ്റ് ഇടുന്നവരുണ്ട്. നിങ്ങളെടുക്കുന്ന എഫേർട്ടിന് വളരെയധികം നന്ദി. രാവിലെ ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിച്ച് പോകുന്നവർക്ക് വളരെയധികം നന്ദി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്?
എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ദർ ഇസ് സംതിങ് ബെറ്റർ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഓഫറുകളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്കിത് സ്വീകരിക്കണോ വേണ്ടയോ, അതോ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും തരുമോ എന്ന് നോക്കണം. ദർ ഇസ് സംതിങ് ബെറ്റർ എന്നാണ് യൂണിവേഴ്സ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഒരു ചൂസ് എ ന്യൂ ഡയറക്ഷൻ, നിങ്ങൾ പോകുന്നതിന് ഇത് രണ്ടും സെയിം ആണ്. ദർ ഇസ് സംതിങ് ബെറ്റർ, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. അതുപോലെ ചൂസ് എ ന്യൂ ഡയറക്ഷൻ, നിങ്ങൾ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒരു വേരിയേഷൻ വരുത്തുക. അവിടെ നിങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് അബണ്ടൻസ് ആണ്. ധാരാളമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ എന്താണോ അബണ്ടൻസ് എന്ന് വിചാരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുമെന്ന് കാണുന്നുണ്ട്. അതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് വന്നിട്ട് അൺറിക്വൈറ്റഡ് ലവ് ആണ്. ഇവിടെ യു ഹാവ് ന്യൂ ഡയറക്ഷൻ, ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ്, കുറച്ച് ആളുകളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ സോൾമേറ്റ് ആണ്. കുറച്ച് ആളുകൾക്ക് സോൾമേറ്റ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് തന്നെ ആയിരിക്കും റിലേഷൻഷിപ്പ്, എങ്കിൽ പോലും നിങ്ങളത് സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് പെയിൻഫുൾ ആണ് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ഹേർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ അത് സോൾമേറ്റ് ആണെങ്കിൽ കൂടി നിങ്ങളത് റിസീവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇവിടെ അൺറിക്വൈറ്റഡ് ലവ് എന്ന് പറയുന്നിടത്ത് ചിലർക്ക് നിങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ കെമിസ്ട്രി എന്നൊരു കാർഡും വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നിങ്ങളൊട്ടും അട്രാക്റ്റഡ് അല്ല, നിങ്ങളൊട്ടും ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് മാറി നിന്നാലും നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ന്യൂ ചാൻസ്. അത് ഈ കാർഡിനാണെന്ന് തോന്നുന്നു, ഈ രണ്ട് കാർഡുകൾക്കാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു വന്നാൽ ഒരു ചാൻസും കൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് കോൺട്രാഡിക്ടറി ആണ് ഇന്നത്തെ കാർഡ്സ്. ചിലത് യെസ്സും സെയിം ടൈം നോയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ കാർഡിൻ്റെ റീഡിങ് എടുക്കുക, അല്ലാത്ത വിട്ടുകളഞ്ഞേക്ക്. ഇവിടെ ഇന്ന് എന്തൊക്കെയോ തപ്പിത്തടയലുകളോ എന്തൊക്കെയോ മിസ്റ്റേക്കുകളോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട, സോറി. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കേട്ട് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ വർഷത്തെ അവസാനത്തെ റീഡിങ് ആയിരിക്കാനാണ് സാധ്യത. വേറെ റീഡിംഗ് ഒന്നും ഇന്ന് വേറെ വീഡിയോ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇത് ഈ വർഷത്തെ അവസാനത്തെ റീഡിംഗ് ആണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നാളെ അടുത്ത വർഷമാണ്, അപ്പോൾ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.